ബാംഗ്ലൂരിന്റെ മിഡിലിൽ രാത്രി 2 മണിക്ക് സ്റ്റാർട്ടായി മോർണിംഗ് 8 മണി വരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ടെന്ന് അറിയാമായിരുന്നു. ആക്ച്വലി നമ്മൾ നിൽക്കുന്നത് ഒരു നോർമൽ ഫ്ലവർ മാർക്കറ്റിലല്ല. കൃഷ്ണ രാജേന്ദ്ര മാർക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ്സിൽ ഒന്നാണ്. ഞങ്ങൾ മോർണിംഗ് 5:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോഴേക്കും മാർക്കറ്റ് ഫുൾ ആക്റ്റീവ്. എവിടെ നോക്കിയാലും ഫ്ലവേഴ്സ്, ഹ്യൂജ് ഫ്ലവർ ബണ്ടിൽസ്, ഹോൾസെയിൽ ബയേഴ്സ്, ഫുൾ ക്രൗഡ്. സോ ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള KR മാർക്കറ്റ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അറൌണ്ട് ഒരു 5:30 ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ആദ്യം തന്നെ സ്കൂട്ടർ പാർക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സിൽവർ ജൂബിലി പാർക്ക് റോഡാണ്, അല്ലെങ്കിൽ STP റോഡ്. KR മാർക്കറ്റ് ഏരിയയിലെ ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള ഈ റോഡിലേക്കാണ് ഏർലി മോർണിംഗ് ഫ്ലവർ മാർക്കറ്റ്സ് സ്പിൽ ഓവർ ചെയ്യുന്നത്. ആക്ച്വലി മെയിൻ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് തന്നെ ഫുൾ ഫ്ലവർ മാർക്കറ്റിന്റെ അറ്റ്മോസ്ഫിയർ ആയി. റോഡ്സിന്റെ 2 സൈഡ്സിലും വെൻഡേഴ്സ്, ഹ്യൂജ് ഫ്ലവർ ബണ്ടിൽസും ബയേഴ്സും ഒക്കെ ഉണ്ട്. മോർണിംഗ് 5:30 ആയിട്ടും ഇവിടെ നല്ല ക്രൗഡാണ്. ഞാൻ ആൾക്കാർ മുല്ലപ്പൂ തലയിൽ ചൂടുന്ന കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഓറഞ്ച് ആ പൂവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വയലറ്റ് ഫ്ലവർ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഇതൊരു 30 rupees ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇനി പ്രോപ്പർ ആയിട്ട് നമുക്ക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ಕಡಿಮೆ ಇಲ್ವಣ್ಣ? 50 ಮಾಡ್ಕೊಂಡೆ. കുറച്ച് ഉള്ളിലേക്ക് നടന്നപ്പോഴാണ് ഈ മാർക്കറ്റിന്റെ ആക്ച്വൽ സ്കെയിൽ മനസ്സിലായത്. ഇവിടെ നോക്കിയാലും ഫ്ലവേഴ്സ്. KR മാർക്കറ്റ് മെയിൻലി ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് ഫ്ലവേഴ്സിന്റെ പ്രൈസസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. 200 ആണോ? ഓക്കെ. കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ടാട്ടോ എനിക്ക് ഈ ജർബറ 40 rupees കിട്ടിയത്. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ പ്രൈസ് ഒന്നും ഫിക്സഡ് അല്ല. ഫ്ലവറിന്റെ വെറൈറ്റി, ക്വാളിറ്റി, സീസൺ, ഡിമാൻഡ്, അതേപോലെ നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ ചേഞ്ച് ആകുന്നത്. ചില ഫ്ലവേഴ്സിന്റെ ഒക്കെ പ്രൈസ് കേട്ടപ്പോൾ നല്ല റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബഞ്ച് ഓഫ് റോസിന് 150 rupees ആണ്. ആക്ച്വലി നമ്മൾ കടയിൽ പോയി ഒരു റോസ് വാങ്ങിച്ചാൽ 50 rupees ഒക്കെ വരാറുണ്ട്. 250 rupees. നെക്സ്റ്റ് എനിക്ക് വന്നൊരു ഡൗട്ടാണ്, ഇത്രയും ഫ്ലവേഴ്സ് ബാംഗ്ലൂരിൽ തന്നെ സെല്ലാകുന്നുണ്ടോ? വെൻഡേഴ്സുമായി സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ നിന്ന് ഫ്ലവേഴ്സ് ബാംഗ്ലൂരിൽ മാത്രമല്ല കേരളം ഉൾപ്പെടെയുള്ള വേറെ പ്ലേസസിലേക്കൊക്കെ വലിയ ക്വാണ്ടിറ്റീസിൽ ഫ്ലവേഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഏർലി മോർണിംഗിൽ ഹോൾസെയിൽ ആക്ടിവിറ്റി ഒക്കെ ഇത്ര ബിസി ആയിട്ട് പോകുന്നത്. అన్న ట్యూబ్ రోస్ ಎಷ್ಟು? 300, 500, 1200. ಎಷ್ಟು? ಈ ಫ್ಲವರ್ ಎಷ್ಟು? 300 for one get. ഇത് 100 rupees കിട്ടി. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നോർമൽ ഫ്ലവേഴ്സ് മാത്രമല്ല ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറെ എക്സോട്ടിക് ഫ്ലവേഴ്സ് ഇല്ലേ, അതൊക്കെ ഇവിടെ കിട്ടും. ഒപ്പം അതേപോലെ യുണീക്ക് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു ഫ്ലവർ ആയിട്ടല്ല കൊടുക്കുന്നത്, ഇവര് ബഞ്ചായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഒരു ബഞ്ചിന് അറൌണ്ട് ഒരു 250, 300 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ಸ್ವಲ್ಪ ದಾಖಲೆ ಇನ್ನೂ ಕಮ್ಮಿ ಆಗುತ್ತೆ. ನಾವೆಂತ ಮಾಡ್ಬೇಕಾದ್ರೆ ನಾಳೆ ಮಾಡ್ತೀವಿ, ಡೈಲಿ ಬರೋಲ್ಲ, ಒಂದ್ ದಿವಸ ಬಂದಾಗ ಬರಲ್ಲ. 50కి തരോ? 60 ಮಾಡಿ. ഒരു സ്മോൾ സേഫ്റ്റി ടിപ്പ്, ഇവിടെ നല്ല ക്രൗഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫോൺസും വാളറ്റ്സും ബാഗ്സ് ഒക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം. കാരണം ഇവിടെ ഒരുപാട് പിറ്റ് പോക്കറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ലീവ്സും ഇവിടെ കിട്ടും. പാം ലീവ്സ്, ഫേൺ ടൈപ്പ് ലീവ്സ്, അങ്ങനെ കുറേ വെറൈറ്റീസ്. ഇത് ബൊക്കേക്കും വെഡിങ് ഡെക്കോറിനും സ്റ്റേജ് ഡെക്കോറിനും ഫ്ലോറൽ അറേഞ്ച്മെന്റ്സിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്.
SJP റോഡ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ട്രേറ്റ് മാർക്കറ്റിന്റെ അകത്തേക്കാണ് പോകുന്നത്. ബിക്കോസ് പുറത്ത് തന്നെ ഇത്രയും ക്രൗഡഡും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ എന്തായിരിക്കും എന്ന് കാണാൻ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടെ SJP റോഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കാണുന്നത്. കൂടുതലും ഈ എന്താ പറയാ തലയിലിടുന്ന കൂട്ട്, പിന്നെ ഈ ഗാർലൻഡ്സ് ഉണ്ടാക്കാനായിട്ട് വെഡിങ് ഡെക്കോർ, പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ തൂക്കിയിടത്തില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. 30 രൂപയുള്ളോ റോസിനോ? എനിക്കിവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവിടെ ഇങ്ങനെ ഗാർലൻഡ്സ് അല്ലേ, ഇവരിങ്ങനെ കോർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അവർ മെഷർ ചെയ്യുന്നത് ഇങ്ങനെ കൈയുടെ അളവിനാണ്. കൈ വിരിച്ചിട്ട് അതിന്റെ അളവിനാണ് അവർ മെഷർ ചെയ്യുന്നത്. അതേപോലെ ബൾക്കായിട്ട് ഇവിടെ ലോട്ടസ് ഫ്ലവേഴ്സും കിട്ടും. അത് ഇവർ കൊടുക്കുന്നത് കിലോയ്ക്കാണ്. 1 കിലോയ്ക്ക് 300 റുപ്പീസ് എന്നുള്ള റേറ്റിനാണ് ഈ ഷോപ്പിൽ കൊടുക്കുന്നത്. ಎಷ್ಟು ಇದೆ? 40 ರುಪೀಸ್. ರೂಪಾಯಿ 50 ರೂಪಾಯಿ. ಸರ್ 20 ರೂಪಾಯಿಗೆ ഈ മാർക്കറ്റിൽ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ, ഇതേപോലെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ നല്ല അഫോർഡബിൾ റേഞ്ചസിലൊക്കെ കിട്ടും. അതേപോലെ ഈ മാർക്കറ്റിന്റെ അകത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ അകത്ത് കൂടുതലും ഫ്ലവേഴ്സ് ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിനാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് ചുമ്മാ കയറി നോക്കാം. സമയം ഇപ്പം ഏകദേശം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് ഫുൾ റഷായിരുന്നു. ആൻഡ് എല്ലാവരും ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് ഫ്ലവേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ വാങ്ങിച്ച ഫ്ലവേഴ്സും അതിന്റെ റേറ്റ്സും കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ വാങ്ങി ഇവിടുന്ന്. ഇത് മുഴുവൻ 200 റുപ്പീസിന് വാങ്ങിച്ചതാട്ടോ. ഈ കാണുന്ന ബഞ്ച് ഫുൾ ഫ്ലവേഴ്സ് 60 റുപ്പീസ്. പിന്നെ ഈ കാണുന്ന ജറപറ നമുക്ക് 40 റുപ്പീസിന് കിട്ടി. ആൻഡ് ഫോർ ദിസ്, ഇതിന്റെ പേര് എനിക്കറിയില്ല, ഇത് നമുക്ക് 100 റുപ്പീസ് കിട്ടി. കൊള്ളാല്ലേ? സോ ഐ ഹോപ്പ് ദിസ് വാസ് എ യൂസ്ഫുൾ വീഡിയോ ഫോർ യു ഓൾ. ഇതേപോലത്തെ പുതിയ സ്ഥലങ്ങൾ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞാൽ മതി. ഐ വിൽ പ്ലാൻ ഇറ്റ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.